നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ട്രാൻസിയൻറ്റ് കറണ്ട്. ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യൽ നിൽക്കുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എ സി കറണ്ട് ആയാലും ഡി സി കറണ്ട് ആയാലും എന്താണ്, അത് ഒരുപാട് സമയം ലോങ് ടേമിൽ നിൽക്കും. ഇപ്പോൾ എ സി കറണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത് നമ്മുടെ ഏതൊരു അപ്പാരറ്റസിലാണോ അത് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതിനാണോ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടത്, അതിലിങ്ങനെ കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്, എ സി കറണ്ടിലായാലും ഡി സി കറണ്ടിലായാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ലോങ് ടേമിൽ നിൽക്കുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്? എ സി കറണ്ട് അല്ലെങ്കിൽ ഡി സി കറണ്ട് എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ജസ്റ്റ് ഒരു മില്ലി സെക്കൻഡോ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിലോ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു സർക്യൂട്ടിൽ നിൽക്കത്തുള്ളൂ. അതായത് ജസ്റ്റ് ഒന്ന് കറണ്ട് ഗ്രോ ചെയ്യുന്നു, തൊട്ട് അടുത്ത ടൈമിൽ എന്ത് ചെയ്യുന്നു, ഇത് അവിടെ നിന്ന് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സർക്യൂട്ട്സിനെയാണ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഇതൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എൽ സി സർക്യൂട്ട് ഉണ്ട്, അതായത് ഇൻഡക്റ്റർ റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് എന്ത് ചെയ്യാം, ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ നമ്മളൊരു കീ വെച്ചിട്ട് ഒരു വോൾട്ടേജ് ഒരു സെല്ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കീ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് ചാർജ് ആവുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിസ്ചാർജ് ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് കറണ്ട് ഒരു ഗ്രോത്തും ഒരു ഡീക്കേ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെ കപ്പാസിറ്റർ റെസിസ്റ്റർ സർക്യൂട്ട് CR സർക്യൂട്ട്സുകളിൽ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതുപോലെ തന്നെ കറണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡീക്കേയും ചെയ്തു പോകുന്നുണ്ട്. മറ്റൊരു കേസാണ് LCR സർക്യൂട്ട്, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അതുപോലെ തന്നെ റെസിസ്റ്റർ. അപ്പോൾ ഈ സർക്യൂട്ട്സിലെല്ലാം കറണ്ട് പെട്ടെന്ന് ഗ്രോ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ ഡീക്കേ ആയി പോവുകയും ചെയ്യും. ആ കറണ്ട് ഒരു ഷോർട്ട് സ്പാൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം, ആ ഒരു ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ കറണ്ട് അവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന കറണ്ട് നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇതുപോലെ ഈ എല്ലാ സർക്യൂട്ട്, CR സർക്യൂട്ട്, LCR സർക്യൂട്ട്, ഇതിലെല്ലാം ഈ ഒരു കറണ്ടിൻ്റെ ഗ്രോത്തും ഡീക്കേയും ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സർക്യൂട്ട് അറിഞ്ഞിരിക്കുക, 3 ടൈപ്പിലുള്ള സർക്യൂട്ട്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ഗ്രോത്തും ഡീക്കേയുടെയും ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് ഒരു ഗ്രോത്ത് ആവുന്നത്, എത്ര പെർസെൻറ്റേജാണ് ഡീക്കേ ആവുന്നത്. ഈ ഒരു കേസാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നോക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എല്ലാ സർക്യൂട്ടാണ് ഇൻഡക്റ്റർ റെസിസ്റ്റൻറ്റ് സർക്യൂട്ട്. അതാണ് നമ്മൾ എല്ലാ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സർക്യൂട്ടിൽ സാധാ കീ വരച്ചാൽ പോരാ, നമുക്കിവിടെ ജസ്റ്റ് ഒരു മോഴ്സ് കീ, അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോർട്ടുള്ള ഒരു കീയാണ് മോഴ്സ് കോഡ്, അല്ലെങ്കിൽ നമുക്ക് ഈ ടെലഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യുന്ന കീയാണ് ഈ മോഴ്സ് കീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഴ്സ് കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ കീ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതിലും യൂസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡക്ടർ ഞാൻ സർക്യൂട്ടിൽ കണക്ട് ചെയ്തു, ദെൻ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് ഞാൻ കീയുടെ പ്രോബിൽ കൊടുത്തിട്ടുണ്ട്, ഇത് കീയുടെ പ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോവർ എൻഡിന് ഞാൻ എന്ത് ചെയ്തു, ഒരു EMF കൊടുക്കാൻ വേണ്ടി, ഒരു വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തു. ബാറ്ററിയുടെ ടെർമിനലിനെ ഞാൻ ഇവിടെ ഇതിൻ്റെ A എന്ന് പറയുന്ന പോയിൻറ്റ്, ഇതൊരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഹെഡാണ്. ഈ മൂവ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് Aയിലൊന്നും തട്ടാം. ഓക്കെ, താഴോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് Aയിലൊന്നും തട്ടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൂടി മുകളിൽ കൂടി ഇങ്ങനെ ഒരു കണക്ഷൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് B എന്ന് പറയുന്ന പോയിന്റിൽ തട്ടും. അതായത് ഈ K എന്ന് പറയുന്ന ഈ കീ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ Aയിലോട്ടും, മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ B എന്ന് പറയുന്ന പോയിന്റിലോട്ടും തട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർക്യൂട്ടാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് സ്റ്റഡിക്ക് വേണ്ടി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സർക്യൂട്ട് ആക്റ്റീവ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഇൻഡക്ടറും റെസിസ്റ്ററും ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ കീയെ പ്രസ് ചെയ്ത് A എന്ന് പറയുന്ന ടെർമിനലിലോട്ട് വയ്ക്കും. അപ്പോൾ ഇതൊരു ചാർജ് ആവും. നമുക്കറിയാമല്ലോ, ഇൻഡക്ടർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടർ നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇറ്റ്സെൽഫിന് ഒരു EMS ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഒരു എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ അവിടെ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നത് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ചാർജുകൾ സ്റ്റോർ ചെയ്യും, അതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാറ്ററി പോലെ പിന്നീട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസാണ്, ഇൻഡക്ടറിൻ്റെയും അതുപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെയും പ്രോപ്പർട്ടീസാണ്. ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുന്നുണ്ട്, അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ബട്ട് റെസിസ്റ്ററിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. റെസിസ്റ്റർ എന്ത് ചെയ്യും, കറണ്ട് വന്നാൽ അതിന് ബൈപ്പാസ് വിടത്തേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് സ്റ്റോറിങ്ങോ അങ്ങനത്തെ പ്രോപ്പർട്ടിയൊന്നും റെസിസ്റ്റേഴ്സിനില്ല. കപ്പാസിറ്ററാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതും, ഇൻഡക്ടറാണ് അതുപോലെ തന്നെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്
ഞാൻ ഈ കീ എന്ന് പറഞ്ഞാൽ കെ പ്രസ് ചെയ്ത് എയിലോട്ട് വയ്ക്കും. അപ്പോൾ ഈ ഒരു സെല്ല് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കറണ്ട് എന്ത് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു മാക്സിമം വാല്യൂലോട്ട് കറണ്ട് എത്തും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഒരു കറണ്ട് എന്ന് പറയുന്നത് 0-ൽ നിന്ന് എന്ത് ചെയ്യും, ഒരു മാക്സിമം വാല്യൂലോട്ട് പോകും. അപ്പോൾ മാക്സിമം നമുക്ക് I0 എടുക്കാം. മാക്സിമം വാല്യൂവിന് I0 ആണ്. 0 നിന്ന് മാക്സിമം വാല്യൂലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ, അപ്പോൾ നമ്മൾ ഓരോ സമയം നമ്മൾ ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത് ടി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I ആണ്. നമ്മൾ എടുക്കുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കറണ്ട് ഇതുവഴി പോകുന്നുണ്ട്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ശരിക്കും ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ റിവേഴ്സിലായിരിക്കുമല്ലോ, കാരണം ഇത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു EMF ആണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF E എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ EMFൻ്റെ ഇക്വേഷൻ, അത് ഒരു ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഇക്വേഷൻ L/di/dt ആണ്. കാരണം ചേഞ്ച് ഇൻ കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു EMF ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു EMF ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതാണ് L/di/dt. അതായത് ഇവിടുത്തെ വോൾട്ടേജ് അല്ലെങ്കിൽ EMFൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് പറയണം, ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്ന, ഇവിടെ നിന്ന് കൊടുക്കുന്ന EMF ആണ് നമ്മൾ ആ ഒരു സെല്ലിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന EMF. സ്വന്തമായിട്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എത്രയാണ്, L/di/dt. ഇതാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഡക്ടറിൻ്റെ കേസിൽ. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് ഡയറക്ഷൻ കൂടി വരും. ആ നെഗറ്റീവ് ഡയറക്ഷൻ കാണിക്കുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ആ ഒരു കേസ് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ -L/di/dt എന്നൊരു ഇക്വേഷൻ കൊടുക്കുന്നത്. That is the negative sign shows that induced EMF oppose the applied EMF. നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMF എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് EMF ആയി E ഒപ്പോസ് ചെയ്യുന്നു. ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അതാണ് അവിടെ കാണിക്കുന്നത്. ദെൻ നെറ്റ് EMF, ഈ ഒരു സർക്യൂട്ടിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് EMF നമുക്ക് ഇങ്ങനെ എടുക്കാം. ദാറ്റ് ഈസ് E മൈനസ് L/di/dt. പിന്നെ ഒരു റെസിസ്റ്ററിൻ്റെ കേസ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ കേസ് മാത്രം, ഇൻഡക്ടറിൻ്റെയും, കാരണം ഇത് രണ്ടും ഏകദേശം ഒരു സപ്ലൈയും സോഴ്സ് പോലെ ആക്ട് ചെയ്യുന്നത്. സെല്ലും ഒരു ടൈപ്പിലൊരു EMF കൊടുക്കുന്നുണ്ട്, ബട്ട് ആ ഒരു EMF വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഡക്ടറും ഇറ്റ് സെൽഫ് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു EMFനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു കേസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇതാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട നെറ്റ് EMF എന്ന് പറയുന്നത്. ഇനി ഇതുവരെ പോകുന്ന സമയത്ത് ഈ റെസിസ്റ്റർ എന്നുണ്ട്, ഒരു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ശരിക്കും അവിടെ എന്തുണ്ട്, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് V = I/R, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും, അപ്പോൾ യൂസിങ് ക്രിച്ചോഫ് ലോ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ജംഗ്ഷൻ റൂളൊക്കെ പഠിക്കുന്ന ലോ ആണ്. അപ്പോൾ അത് പറയുന്നത് സം ഓഫ് ദ കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ കറണ്ട് ലീവിങ് എ ജംഗ്ഷൻ. അതായത് ഇവിടെ നിന്നൊരു കറണ്ട് ഇങ്ങനെ പോകുന്നുവെങ്കിൽ ഇത് I എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്, ഇവിടെ എത്തുന്ന സമയത്ത് രണ്ട് ജംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു, രണ്ടായിട്ട്. അപ്പോൾ ഇത് I1 I2. അപ്പോൾ ക്രിച്ചോഫ് ലോ പറയുന്നത് ഇതുവഴി ഒരു കറണ്ട് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്നുണ്ട് ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ രണ്ടായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ സം ഓഫ് ദ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ, അത് I എന്ന് പറയുന്ന കറണ്ടാണ് എൻറ്റർ ചെയ്തത്. അപ്പോൾ അത് പുറത്ത് പോകുന്ന എത്ര കറണ്ട് ആയിരിക്കും, I1 + I2 ആയിരിക്കും. അതായത് ഒരു 10 ആമ്പിയർ കറണ്ട് ഇവിടെ എൻറ്റർ ചെയ്യുന്നുവെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്തു പോകും, ഒരു 5 ആമ്പിയർ ആയിട്ടും ഇവിടെ ഒരു 5 ആമ്പിയർ ആയിട്ടും പോകും. ഇല്ലെങ്കിൽ ഇവിടെ ഒരു 6 ആമ്പിയർ ആയിട്ടും ഇവിടെ ഒരു 4 ആമ്പിയർ ആയിട്ട് പോകും. അതായത് എത്ര കറണ്ടാണോ അകത്തോട്ട് കയറുന്നത് അത്രയും കറണ്ട് തന്നെയാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അവിടെ ഇടയ്ക്ക് ലോസും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഗെയിനും ഉണ്ടാകുന്നില്ല. അതാണ് ക്രിച്ചോഫ് ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു ലോ അനുസരിച്ചിട്ട് അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMF E - L/di/dt ആണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇൻഡ്യൂസ് ചെയ്തത്, വിച്ച് ഈസ് ഈക്വൽ ടു I/R എന്ന് എഴുതാൻ പറ്റും. I/R മനസ്സിലായല്ലോ, അതായത് നമ്മൾ റെസിസ്റ്ററിൻ്റെ കേസിലുള്ള EMF അല്ലെങ്കിൽ വോൾട്ടേജാണ് നമ്മൾ I/R എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ഈ റീഅറേഞ്ച് ചെയ്തിട്ട് ഇയുടെ ടേംസിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു L/di/dt പ്ലസ് IR എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ടിൻ്റെ ഗ്രോത്തിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഈ ഒരു കീ ഇപ്പോൾ ഇവിടെ കണക്റ്റഡ് ആണ് ഇതുമായിട്ട്. അപ്പോൾ ഇവിടെ നിന്നുണ്ടാവുന്ന കറണ്ടിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഗ്രോ ചെയ്യുന്നു അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ
ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ ഇ എം എഫ് ഓഫ് എ സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ ഇൻ സീരീസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസ് കോമ്പിനേഷനിൽ ഇരിക്കുന്ന കേസിലുള്ള ഇ എം എഫിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് മാക്സിമം ഗ്രോ ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റഡി സ്റ്റേറ്റിലോട്ട് മാറുന്നു. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ ഉള്ള കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ പറഞ്ഞല്ലോ, ഒരു മാക്സിമം വാല്യൂ എത്തുന്ന ടൈമിലുള്ള കറണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് I0 ആണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ, മാക്സിമം ആ ഒരു കേസിൽ നമുക്കപ്പോൾ എങ്ങനെ പറയും? ഇ ഈക്വൽ ടു, ഇപ്പോൾ ഇ എത്രയായിട്ട് മാറും? ഇ ഈക്വൽ ടു I0 ഇൻറ്റു R ആയിട്ട് മാറും. ഓക്കെ, I0 ഇൻറ്റു R ആയിട്ട് മാറും. കാരണം അതെന്ത് ചെയ്യുന്നു? മാക്സിമം വാല്യൂ കറണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യുന്നു? മാക്സിമം വാല്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട്, മാക്സിമം വാല്യൂ കറണ്ട്. സോ അവിടുത്തെ ഈയുടെ ഇക്വേഷൻ നമുക്ക് I0 ഇൻറ്റു R എന്ന് മാറ്റി എഴുതാം. അപ്പോൾ I0 ഇൻറ്റു R എന്ന് കൊടുക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് എന്ത് ചെയ്യുക? ഈയുടെ സ്ഥാനത്ത് ഈ I0 R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I0 R which is equal to L into di by dt പ്ലസ് I ഇൻറ്റു R എന്ന് കിട്ടും. നമുക്കിനി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നമുക്കിതിനെ ഒരു ലോഗരിതമിക് ഫോമിലോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇവിടെ എത്രത്തോളമാണ് കറണ്ട് ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രത്തോളം കറണ്ടാണ് ഡീകേ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിനെ ലോഗിൻ്റെ ഫോമിലോട്ട് മാറ്റാം. അപ്പോൾ ഈ റീഅറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു ഇത് രണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ R കോമൺ അല്ലേ? അപ്പോൾ R പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും? I മൈനസ് I0 എന്ന് വരും. ഇപ്പുറത്ത് കൊണ്ടുവന്നാലും വരും I0 മൈനസ് I ഇൻറ്റു R. ഇതാണ് അവിടുത്തെ ഇക്വേഷൻ നമ്മളിപ്പോൾ റീഅറേഞ്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഐയുടെ ടേംസ് എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. കാരണം എന്നാലും നമുക്ക് ഇതിൽ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ ഡി ഐ ഇവിടെയാണ് കിടക്കുന്നത്. ഈ I0 മൈനസ് I എന്ത് ചെയ്യുക? ഇപ്പുറത്ത് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഡി ഐ ബൈ I0 മൈനസ് I വിച്ച് ഇസ് ഈക്വൽ ടു R ബൈ L ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്തെടുത്തു. അതായത് ഡി ഐയുടെ ടേംസ് അല്ലെങ്കിൽ ഐയുടെ ടേംസ് എല്ലാം ഒരു സൈഡിലോട്ടും ബാക്കി ടേംസ് എല്ലാം ഇപ്പുറ സൈഡിലും കൊണ്ടുവന്നു. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഇവിടെയും കൊടുക്കാം. ഇവിടെ എന്തുണ്ട്? ഇൻ്റഗ്രൽ ഉണ്ട്. ഓക്കെ, ഓൺ അപ്ലൈയിങ് ഇൻ്റഗ്രേഷൻ വി ആർ ഗെറ്റിംഗ് ഇൻ്റഗ്രൽ 1/x. എന്താണ് 1/x dx എന്ന് പറയുന്നത്? log x ആണ്. log x. ഓക്കെ, ഇൻ്റഗ്രൽ 1/x dx log x ആണ്. അപ്പോൾ ഇവിടെ 1/xൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന I മൈനസ് I0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? വി ആർ ഗെറ്റിംഗ് log I0 മൈനസ് I ഈക്വൽ ടു ഇവിടെ ഇൻ്റഗ്രേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഡി ടി മാത്രമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ടി എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ടി RL ഇൻറ്റു ടി പ്ലസ് കെ എന്ന് കിട്ടും. ദാറ്റ് ഈസ് കെ ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. പിന്നെ നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൂടിയുണ്ട്. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നതിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നൊരു കേസാണ് നെഗറ്റീവ് സൈൻ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം ഇനി ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനെ എക്സ്പോണൻഷ്യൽ ടേമിലോട്ട് മാറ്റണം. ഓക്കെ, എക്സ്പോണൻഷ്യൽ ടേമിലോട്ട് മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോഗ് മാറും. ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേം വരും. അപ്പോൾ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു ഗ്രാഫ് ഉണ്ട് എപ്പോഴും. അപ്പോൾ ഇ റൈസ് ടു എക്സ് എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫൊക്കെയാണ് എക്സ്പോണൻഷ്യലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. കണ്ട് ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും എന്ത് ചെയ്യുന്നു? അത് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ഗ്രാഫ് വരാം ഇത് ഇങ്ങനത്തെ കേസിൽ. അപ്പോൾ ഇതെല്ലാം ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ഇ റൈസ് ടു എക്സ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒന്നുകിൽ എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആണ്. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആണ്. കണ്ടോ, ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ കൂടി പോകുന്നുണ്ട്. മറ്റ് ഈ ഒരു ഗ്രാഫ് എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് ഗ്രാഫാണ്. ഇത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ടേം നമ്മളിവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലോഗ് ഫോമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമ്മൾ ഇനി ഒരു എക്സ്പോണൻഷ്യൽ ടേം ഇവിടെ കൊണ്ടുവരും. അപ്പോൾ എക്സ്പോണൻഷ്യൽ ടേം കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കെ കിടപ്പുണ്ട്. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ അറ്റ് എ ടൈം t = 0, അതായത് നമ്മൾ ടൈം 0 ആയ സമയത്ത് അവിടെ I എന്തായിരുന്നു? I ഉം 0 ആയിരുന്നു.
ഐ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ. എന്ത് ചെയ്യുക, ഈ ടിയുടെ സ്ഥാനത്തും ഈ ഐയുടെ സ്ഥാനത്തും ഒക്കെ എന്ത് ചെയ്യണം, ആ ഒരു 0 കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, അത് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ലോഗ് I0 ഈക്വൽ ടു കെ എന്ന് കിട്ടും, ഈക്വൽ ടു കെ. ഓക്കെ, ലോഗ് I0 ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പോൾ ഈ കെയുടെ വാല്യൂ കിട്ടിയല്ലോ, ലോഗ് I0 ആണ്. മുകളിലത്തെ ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ്, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗ് I0 മൈനസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ആറും എല്ലും അത് വരുമല്ലോ വീണ്ടും, മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് കെയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ഈ ലോഗ് I0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോഗ് I0. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ഇപ്പുറത്തോട്ട് വരും. അത് ലോഗ് എ മൈനസ് ബി, ലോഗ് എ മൈനസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബിക്ക് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ആ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. ലോഗ് എ മൈനസ് ബി എന്ന് പറയുന്നത്, ഓക്കെ, ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് ബി, ഇവിടെ ലോഗ് കൂടി ഉണ്ട്, ലോഗ് ബി, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വെച്ചാൽ ലോഗ് എ ബൈ ബിക്ക് ഇക്വലൻ്റ് ആണ്. സോ ഇവിടെ നമുക്കിപ്പോൾ ആ ഒരു റിലേഷൻ കിട്ടുന്നത് ദാറ്റ് ഈസ് ലോഗ് I0 മൈനസ് ഐ, ഈ ലോഗ് ഇപ്പുറത്ത് വരില്ലേ, അപ്പോൾ എന്തായി മാറും, മൈനസ് ലോഗ് I0 ആയിട്ട് മാറും. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. ദെൻ ഇതിപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി ആ ഒരു റിലേഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ഇതിന് നമുക്കിനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് എ ബൈ ലോഗ് എ ബൈ ബി ബൈ I0 നമ്മുടെ റിലേഷൻ ഇങ്ങനെയായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റിലേഷനിൽ നിന്ന് നമ്മൾ എക്സ്പോണൻഷ്യൽ ടേമിലോട്ട് പോകുന്നത്, അതായത് ഈ സൈഡിൽ നമുക്ക് രണ്ട് സൈഡിൽ ലോഗ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും ഇ റൈസ് ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇ റൈസ് ടു എക്സ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ലോഗ് അങ്ങനെ നമുക്ക് മാറും. ഇവിടെ നമ്മൾ ഇ റൈസ് ടു എക്സ് രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കുന്ന സമയത്ത് ഈ ലോഗ് അവിടെ നിന്ന് പോകും. അപ്പോൾ ആ ലോഗ് ക്യാൻസലായി പോയതിന് ശേഷം നമുക്ക് അവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ഈ ഒരു ടേം മാത്രമായിരിക്കും, I0 മൈനസ് ഐ ബൈ I0 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ലോഗ് കൊടുക്കണം, എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കണം, കാരണം നമുക്കിവിടെ വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇ റൈസ് ടു എക്സ് ഡയറക്റ്റ്ലി കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് ആർ ടി ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഇക്വേഷൻ. ഇനി ഒന്നുകൂടി വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഐ ബൈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. I0 ബൈ I0 മൈനസ് ഐ ബൈ I0, ദാറ്റ് ഈസ് 1 മൈനസ് ഐ ബൈ I0 ഇത് കിട്ടും, I0 which is equal to e raised to minus RT by L. On rearranging we are getting that is 1 minus I equal to I0 into 1 minus e raised to minus RT by L. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കറണ്ട് അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് ആ ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സ്പോണൻഷ്യലി ഇവിടെ നിന്ന് ഇൻക്രീസിങ് ആണ്. ഓക്കെ, ദ ഇക്വേഷൻ റെപ്രസെൻറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഗ്രോത്ത് ഓഫ് കറണ്ട് ത്രൂ ദ LR സർക്യൂട്ട്. അതായത് എക്സ്പോണൻഷ്യലി ഇപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യുന്നു, കറണ്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകുന്നു. ഇത് ടൈം ആക്സിസ് ആയിരിക്കും. ടൈമിനനുസരിച്ച് ഇതെന്തായിരിക്കും, കറണ്ട് ആയിരിക്കും. കറണ്ട് ടൈം ഗ്രാഫാണ് എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷ്യലി ഈ ഒരു ഫംഗ്ഷൻ കടന്നു കഴിഞ്ഞാൽ ഏത് ഇക്വേഷനിലായാലും ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം കടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒന്നുകിൽ എക്സ്പോണൻഷ്യലി ഗ്രോത്ത് ആയിരിക്കും, ഇല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അതാണ് കാണിക്കുന്നത്, എന്താണ് ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കാം. ദെൻ ഈ ഒരു ഇക്വേഷൻ ഒരു പേരുണ്ട്, ഇത് നമ്മൾ പറയുന്ന പേരാണ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഹെൽംഹോൾട്ട്സ്, HELMHOLTZ, ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയതിന് ശേഷം ഇത്രയും ഡെറൈവ് ചെയ്തിട്ട് എന്ത് എഴുതുക, ലാസ്റ്റ് എഴുതുക, ദിസ് ഇക്വേഷൻ ഷോസ് ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദ കറണ്ട് ആൻഡ് ദ ഇ റൈസ് ടു മൈനസ് RT by L റെപ്രസെൻറ്റ് ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ എഴുതി ഒന്ന് നിർത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് കേസിൽ ഗ്രോത്ത് ഓഫ് ദ കറണ്ടിൽ നോക്കാനുള്ളത്.
അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ടൈം കോൺസ്റ്റൻറ്റ് എന്നൊരു ടേമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ലാസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എൽ ബൈ ആർ എന്നൊരു ടേം ഉണ്ട്. അത് e⁻r/L നമുക്ക് എൽ ബൈ ആർ എന്ന് എടുക്കാം. ആ ഒരു എൽ ബൈ ആർ എന്ന് പറയുന്നത് നമ്മൾ ലാംഡ എന്ന് എടുക്കുന്നുണ്ട്. എൽ ബൈ ആർ ഈക്വൽ ടു ലാംഡ. ദെൻ ഈ ഒരു ഇക്വേഷൻ കിട്ടുന്ന കുറച്ച് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടീഷൻ അവിടെ കൊടുക്കും. ദാറ്റ് ഈസ് di/dt. di/dt നമ്മൾ ഇക്വേഷൻ 3ൽ ഐയുടെ വാല്യൂ എടുത്തിട്ടുണ്ടല്ലോ. ഈ ഒരു ഐയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു ഡെറിവേറ്റീവ് ടേം ഇവിടെ അപ്ലൈ ചെയ്യും. ഡെറിവേറ്റീവ് ടേം അപ്ലൈ ചെയ്യുമ്പോൾ അത് e⁻x ഡെറിവേറ്റീവ് e⁻x ആണ്. d/dx ഓഫ് e⁻x തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് r/L. ഫസ്റ്റ് നമുക്ക് പുറത്ത് എടുക്കാൻ പറ്റും. r/L e⁻ ടേം r/L ഇൻറ്റു I0 e⁻ RT/L എന്നായിട്ട്. അപ്പോൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു r/L ഇൻറ്റു I മൈനസ് I. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണിക്കുന്ന എന്താണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കറണ്ട് എക്സ്പോണൻഷ്യൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസിൽ കാണിക്കുന്നത്. അതുപോലെ ഒരു മാക്സിമം വാല്യൂ എത്തിക്കഴിയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും, കറണ്ട് അവിടെ ഡിക്രീസും ചെയ്തു പോകും. അപ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ് ടേമിൽ നമ്മൾ എന്ത് ചെയ്തു, ദാറ്റ് ഈസ് di/dt ഈസ് ഈക്വൽ ടു r/L ഇൻറ്റു I0. അപ്പോൾ t0 ആവുന്ന സമയം നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കുന്നത് t0 ആവുക, I എന്താവുക, 0 ആവുക. അപ്പോൾ t0 I0 ആവുന്ന സമയത്ത് എന്ത് ചെയ്തു പോകും, ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഈ ഒരു ടേം അവിടെ 0 e⁻0 1 ആണ്, അതവിടെ ക്യാൻസലായി പോകും. ബാക്കിയുള്ള നമുക്ക് RL/I0 ആ ഒരു ടേം മാത്രമേ നമുക്ക് അവിടെ ഇക്വേഷനിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് when t is equal to 0 I ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്, അതും 0 ആയിരിക്കും, കറണ്ട് 0 ആയിരിക്കും. ഇനിഷ്യൽ കണ്ടീഷനിൽ t0 I 0 ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ദാറ്റ് ഈസ് RL/I0 എന്ന ടേമായിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു E/L എന്ന് നമുക്ക് എഴുതാം. E/L അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു കേസിലിവിടെ നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ കേസ് ഏതാ പറഞ്ഞ, ഈ ഒരു EMF ഇൻഡ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് E ഈക്വൽ ടു I0 × R നമ്മളിവിടെ പറഞ്ഞു കണ്ടല്ലോ. ഈ ഒരു എക്സ്പ്രഷൻ, ആ ഒരു EMFൻ്റെ ഇക്വേഷൻ നമ്മൾ ഈക്വൽ ടു I0 × R. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്കിവിടെ തിരിച്ച് കിട്ടി. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷന് പകരം E/L എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, ദാറ്റ് ഈസ് di/dt ഈസ് ഈക്വൽ ടു I0/L/R എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതെന്ന് വെച്ചാൽ എന്താണ്, ഒരു ടൈമിൻ്റെ ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ന് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് I0/L/R എന്ന് പറയുന്നില്ല, L/R എന്ന് പറയുന്ന ടേം അത് ശരിക്കും എന്താണ്, ഒരു ടൈമിൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ടൈമിൻ്റെ ഡയമെൻഷൻ ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടും. സോ അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ എല്ലും ആറും, എല്ലെന്ന് വെച്ചാൽ ആ ഒരു സർക്യൂട്ടിലെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, അപ്പോൾ അത് 10 മൈക്രോഹെൻറി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ കാണും. ഓരോ ഇൻഡക്ടറിന് എന്തുണ്ട്, ഓരോ ഇൻഡക്റ്റൻസ് കാണുമല്ലോ. ദാറ്റ് ആർ എന്ന് പറയുന്ന ആ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 കിലോ ഓം അല്ലെങ്കിൽ 20 കിലോ ഓം അങ്ങനെ ഏതൊരു വാല്യൂസും വരാം. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു ടേം എന്ത് പറയുന്നു, ഇതിൻ്റെ ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം ആ സർക്യൂട്ടിൽ എത്രത്തോളം ടൈം വരെ ഗ്രോ ചെയ്യും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലും ആറുമാണ് ആ ഒരു എല്ലാ സർക്യൂട്ടിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ദാറ്റ് ഈസ് L/R ഈക്വൽ ടു ലാംഡ എന്ന് എടുക്കാൻ പറ്റും. ഹിയർ ദ ലാംഡ ഈസ് ദ ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് T is equal to L/R ആണ് ടൈമിൻ്റെ വാല്യൂ, L/R. ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യണം, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ I is equal to I0 ഈ ഒരു ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും, ഇത്രയും ടേം ഇവിടെ എഴുതുവാണ്, മാറ്റി എഴുതുന്നത്. ദാറ്റ് ഈസ് I ഈക്വൽ ടു I0 1 മൈനസ് ദാറ്റ് ഈസ് 1 മൈനസ് e⁻ R × T/L ഇതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ Tക്ക് പകരമാണ് നമ്മൾ L/R എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് then we are getting e⁻ R/L ഇൻറ്റു L/R എന്ന് കിട്ടും. കാരണം Tക്ക് പകരം നമ്മൾ ആ ഒരു L/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു
1 മൈനസ് ഇ റൈസ് ടു -1 എന്ന് കിട്ടും, -1. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കുന്ന ഇക്വേഷൻ. ഇനി ഇത് നമുക്ക് ഓരോ വാല്യൂസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് അപ്ലൈ ചെയ്യുന്നതല്ല, ഈ ഒരു ഇ റൈസ് ടു -1 ഒക്കെ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ഇവിടെ എഴുതുവാണ്, ദാറ്റ് ഈസ് I0 ഇൻറ്റു 1 മൈനസ് 1/2.71782. അത് ഇ റൈസ് ടു -1ൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്, ഇ റൈസ് ടു -1ൻ്റെ ഇറ്റ് ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് 0.3679. 1/യുടെ ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു 0.6321. I ഈക്വൽ ടു I0 ഇൻറ്റു 0.6321. അതായത് ഇവിടെ ഈ ഒരു ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞു. എത്ര ഈ ടൈം കോൺസ്റ്റൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ സർക്യൂട്ട് അല്ലെങ്കിൽ കറണ്ട് ടു ഗ്രോ ഫ്രം 0 to 0.6321 ഓർ 63.2%. അതായത് ഈ ഒരു ടൈം കോൺസ്റ്റൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സർക്യൂട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 0 എന്ന് കറണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഗ്രോ ചെയ്ത് ഒരു 63%, ഓക്കെ, ആ ഒരു ടോട്ടൽ കറണ്ട് 63% എത്താൻ എടുക്കുന്ന ടൈമിനാണ് എന്ത് പറയുന്നത്, ആ ഒരു ടൈം കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ടു ഗ്രോ ഫ്രം 0 to 63.2% ഓഫ് ദ I0. മാക്സിമം കറണ്ട് I0 മാക്സിമം കറണ്ടിൻ്റെ 63% ആവാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് എന്ന ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു 2 ഇൻഡക്ടർ സർക്യൂട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കി ഇങ്ങനെ ഗ്രാഫ് കിട്ടുന്നത്. കോർഡിനേറ്റ് വരയ്ക്കുക, ഇത് ടൈം കോർഡിനേറ്റ്, ഇത് കറണ്ടിൻ്റെ കോർഡിനേറ്റ് I. ഓക്കെ, നമ്മൾ 2 ഇൻഡക്ടർ സർക്യൂട്ട്സ് കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ നമ്മൾ I0 നമ്മുടെ മാക്സിമം കറണ്ട്. ദെൻ ഇത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ, ഇത് ടൈം ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങനെയായിരിക്കും നമുക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിട്ടുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ L1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഇൻഡക്ടറിൻ്റെ. ഇനി സെക്കൻഡ് ഒരു ഇൻഡക്ടറോട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, ഈ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കും. അത് L2 ഇൻഡക്ടർ. അപ്പോൾ ഈ ഒരു 63% ഏകദേശം ഇവിടെ വരും, ഉണ്ടോ, ഈ ഒരു പോയിൻ്റ്. ഗ്രാഫ് കുറച്ചുകൂടി സ്റ്റീപ്പ് ഇങ്ങനെ വരയ്ക്കണം, കുറച്ച് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ പോയിൻ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് 63.2% ഓഫ് I0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ആ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്ന ഗ്രാഫ്. ദെൻ അവിടെ നമ്മൾ ആ ഒരു ടൈം കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ആ ഒരു ലാംഡ എന്നൊരു ടേം നമ്മൾ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു എന്താണെന്ന്. ദാറ്റ് ഈസ് 63%. ആ ഒരു ടോട്ടൽ കറണ്ടിൻ്റെ 63% ആവാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ LR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു, ഗ്രോത്താണ് നോക്കിയത്, കറണ്ട് എങ്ങനെ അവിടെ ഗ്രോ ചെയ്യുന്നു. ഇനി സെക്കൻഡ്ലി നമുക്ക് നോക്കേണ്ടത് ഇതേ സർക്യൂട്ട് തന്നെയാണ്. ഈ ഒരു സർക്യൂട്ടിൽ ഇനി എങ്ങനെയാണ് കറണ്ട് ഡീകേ ചെയ്യുന്നതാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. ഡീകേ ഓഫ് ദ കറണ്ട് ഇൻ LR സർക്യൂട്ട്. അപ്പോൾ ഡീകേ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തില്ലേ, അത് എ അല്ലെങ്കിൽ കീ പ്രസ് ചെയ്ത് എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് വെച്ചു. അപ്പോൾ ഇനി ഡീകേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് EMF ആയിട്ട് ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഈ ഒരു ഈയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ സെല്ല് എന്തുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഈ കീയെ കൊടുക്കും, ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും മുകളിലോട്ട്. അത് കൊടുക്കുന്ന സമയത്ത് EMF ആയിട്ട് എന്തില്ല, കണക്ഷൻ ഇല്ല. പിന്നീട് ഈ ഒരു ഇൻഡക്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത ആകെയുള്ള ആ ഒരു EMF മാത്രമേ ആ ഒരു സർക്യൂട്ടിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സർക്യൂട്ടിൽ ആ ഒരു ക്ലോസ് സർക്യൂട്ട് ആവും. ബട്ട് എന്ത് ചെയ്യും, അവിടെ ആ ഒരു കറണ്ട് ഡീകേ ആവാൻ തുടങ്ങും. കാരണം ആ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനവിടെ ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്ത് ചാർജ് ആയിരിക്കാൻ പറ്റും. ബട്ട് ഇറ്റ് സെൽഫ് അതിൽ മാത്രം നമ്മൾ ഫുൾ സർക്യൂട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു റെസിസ്റ്റർ വഴി ഈ കറണ്ട് മൊത്തത്തിൽ പാസ് ചെയ്തങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന ആ ഒരു ഡീകേ ഓഫ് ദ കറണ്ട് LR സർക്യൂട്ടിൽ എങ്ങനെയാണ് കറണ്ട് ഡീകേ ആവുന്നത്. ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് an LR circuit and the key is connected to the point B. ഓക്കെ, അപ്പോൾ കറണ്ട് ക്ലോസ് ആവുന്ന സമയത്ത് DC സോഴ്സിൽ നിന്ന് പിന്നെ EMF ഉണ്ടാവില്ല. DC സോഴ്സായ എന്ത് ചെയ്യുന്നു, ഡിസ്കണ്ടിന്യൂ ആവുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ്ലി എന്ത് പറയാം, 0 ആണ്, ഇ ഈക്വൽ ടു 0. സർക്യൂട്ടിൽ ഇപ്പോൾ ഇക്ക് വേറെ എഫക്റ്റീവ് ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ ഇക്വേഷനിൽ ദാറ്റ് ഈസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് അവിടെ ഇ എം എഫ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇൻഡക്ടറിന് കറണ്ട് ഇല്ല എന്നല്ല, ഇൻഡക്ടറിൽ എന്നുണ്ട് ഇറ്റ് സെൽഫ് അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത്. പ്ലസ് അതുപോലെ ഐ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു 0. On rearranging we are getting di by dt di by i, di by dt അല്ലല്ലോ, റീഅറേഞ്ച് ചെയ്യുമ്പോൾ di by i അല്ലേ ഉള്ളൂ, di by i which is equal to minus r by l into dt. നമ്മൾ രണ്ട് ടേംസിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി, അതായത് ഡി ഐ ബൈ ഡി ടി, ഡി ഐ ബൈ ഐ ഇപ്പുറത്തും ആക്കി, അതുപോലെ തന്നെ മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ഡി ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിനി ലോഗരിതമിക് ഫോം എടുക്കാൻ പറ്റില്ല, രണ്ട് സൈഡ് ലോഗ് അപ്ലൈ ചെയ്യാം. അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് കിട്ടും, ഇൻറ്റഗ്രൽ ഇവിടെയും ഇൻറ്റഗ്രൽ. ഇൻറ്റഗ്രൽ 1/i എന്ന് പറയുന്നത് ലോഗ് ഐ ആണ്, ലോഗ് ടു ബേസ് ഇ ലോഗ് ഐ എന്നിട്ട് ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത്രയും കോൺസ്റ്റൻറ്റ് മൈനസ് ആർ ബൈ എൽ ഇൻറ്റഗ്രൽ ഡി ടി ദാറ്റ് ഈസ് ടി ആണ് അവിടെ, ടി പ്ലസ് കെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ടിക്ക് 0 കൊടുക്കുക, ടി 0 ആവുന്ന സമയത്ത് ടി ഈസ് ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു I0. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഇക്വേഷനിൽ അപ്പോൾ എന്ത് കിട്ടും, ടി 0 ആവുന്നു, I0 ആകുമ്പോൾ ലോഗ് കെ ഈക്വൽ ടു ലോഗ് I0 എന്ന് കിട്ടും. ഓക്കെ, കെ ഈക്വൽ ടു ലോഗ് I0 എന്ന് കിട്ടും. അത് ഈ ഒരു ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ലോഗ് ഐ ഈക്വൽ ടു ലോഗ് ഐ ഈക്വൽ ടു ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് ലോഗ് I0, ലോഗ് I0. ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ, ലോഗ് ഐ മൈനസ് ലോഗ് I0 നമുക്ക് ദാറ്റ് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി, ആ ഒരു ഫോമിലോട്ട് മാറ്റാം. മാറ്റുമ്പോൾ നമുക്ക് ലോഗ് എ ബൈ ബി എന്ന് കിട്ടും, ദാറ്റ് ഈസ് ലോഗ് ഐ ബൈ I0 എന്നായിട്ട് മാറും, ഐ ബൈ I0 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി, മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ലോഗ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു I0 ഇ റൈസ് ടു മൈനസ് ആർ ഇൻറ്റു ടി ബൈ എൽ എന്നായിട്ട് മാറും. ഇതാണ് നമുക്ക് ഈ ഒരു കേസിൽ, അതായത് ഇ എം എഫ് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡി കെ ഓഫ് ദ കറണ്ടിൻ്റെ ഇക്വേഷൻ. മറ്റിടത്ത് ഗ്രോത്ത് ആയിരുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, ഡി കെ ആവുന്നുണ്ട്. ദെൻ ഇവിടെ ഡി കെയുടെ ഇക്വേഷൻ നമുക്ക് പറയുന്നത് ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ ആണ്. ഇവിടെ ടി ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ ആണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. നേരെ നമ്മൾ ടൈം കോൺസ്റ്റന്റ് പറഞ്ഞു, ഇവിടെ നമ്മൾ പറയുന്നത് റിലാക്സേഷൻ ടൈം എന്നാണ് പറയുന്നത്. ഇത് ഡിക്രീസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇവിടെ റിലാക്സേഷൻ ടൈം എന്നാണ് ഈ ഒരു ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ ആണ്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു സ്ഥാനത്ത് ടിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, എൽ ബൈ ആർ കൊടുക്കുക. എൽ ബൈ ആർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 0.3679 I0 എന്നായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 36.79% ഓഫ് I0 ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നത് ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ടു fall to 0.367 I0 or 36.79%. അതായത് ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് I0യുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു. ഈ I0യുടെ ഇപ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു I0യുടെ 36% ആവാൻ എടുക്കുന്ന ടൈം ദാറ്റ് ഈസ് 36.79%. ഓക്കെ, ഈ ഒരു വാല്യൂ എത്താൻ എടുക്കുന്ന ടൈമിന് നമ്മൾ എന്ത് പറയുന്നത്, റിലാക്സേഷൻ ടൈം ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദസ് ദ ടൈം ഈസ് ഓൾസോ കോൾഡ് റിലാക്സേഷൻ ടൈം. അത് ടൈം കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എന്ത് പറയുന്നു, റിലാക്സേഷൻ ടൈം. ഇത് തിരിച്ചെത്തുന്ന അല്ലെങ്കിൽ ഒരു ഡി കെ നടത്തിയിട്ട് തിരിച്ചെത്തുന്ന ടൈം പീരീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ദാറ്റ് ഈസ് ടി വിച്ച് ഈസ് ഈക്വൽ ടു 36.79% ഓഫ് I0. ഓക്കെ, അപ്പോൾ ഇത്രയും വേണം നമുക്ക് ആ ഒരു ഗ്രോത്തിലും ഡി കെയിലും എല്ലാ സർക്യൂട്ടിലും നോക്കാനുള്ളത്. അടുത്തതായി നമുക്ക് നോക്കേണ്ടത്
ഗ്രോത്ത് ഓഫ് ചാർജ് സി ആർ സർക്യൂട്ട്. അപ്പോൾ സി ആർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു നെയിം സൂചിക്കുന്ന പോലെ എന്തായിരിക്കും, ഒരു കപ്പാസിറ്ററും കാണും, ഒരു റെസിസ്റ്ററും കാണും. അപ്പോൾ സർക്യൂട്ടും ബാക്കി കീ കണക്ഷനും എല്ലാം നേരത്തെ പോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ്ലി നമ്മളവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കണക്ട് ചെയ്യും. ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഡിസ്ചാർജിങ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പോയിന്റ് ബി, കപ്പാസിറ്റർ, റെസിസ്റ്റർ ആൻഡ് എ കീ. ദിസ് ഈസ് ദ വോൾട്ടേജ് സോഴ്സ് ഇ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് എ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സർക്യൂട്ട്. സി ആൻഡ് ആർ. ദിസ് ഈസ് ദ ഇ എം എഫ് കൊടുക്കുന്ന വോൾട്ടേജ് സോഴ്സ്. ഇവിടുത്തെ കറണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ എടുത്ത പോലെ ഇവിടെ കപ്പാസിറ്ററിൻ്റെ ടേംസിലോട്ട് നമ്മൾ നേരത്തെ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് കൊടുത്തതുപോലെ ഇവിടെ എന്തായിരിക്കും, നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ടേംസിലുള്ള കറണ്ട് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് കപ്പാസിറ്ററിൻ്റെ ടേംസിലുള്ള കറണ്ട് എന്ന് വെച്ചാൽ ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അവിടുത്തെ ചാർജ് ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി ക്യൂ ബൈ ഡി ടി. അതാണ് അവിടെ കറണ്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ കേസിൽ. ഓക്കെ, ഡി ക്യൂ ബൈ ഡി ടി. ദെൻ ടോട്ടലി ഇവിടെ എത്ര കറണ്ട് ഉണ്ട്, ഇവിടെ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ വോൾട്ടേജ് ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള വോൾട്ടേജ് കിട്ടും. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻ്റ് അക്രോസും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ക്യൂ ബൈ സി ആണ് അവിടുത്തെ ചാർജ് ബൈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഇതാണ് അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ അവിടെ ഇൻഡ്യൂസ് ആവപ്പെടുന്ന വോൾട്ടേജ് ചാർജ് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ആ ഒരു കേസ് നോക്കിയാൽ മതി. ദെൻ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കറണ്ട് ഇൻഡ്യൂസ്ഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതായത് ആ ഒരു റെസിസ്റ്റർ കിട്ടുന്ന വോൾട്ടേജ് വി ഈക്വൽ ഐ ഇൻറ്റു ആർ പ്ലസ് ഈ ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ്, ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ക്യൂ ബൈ സി ഈക്വൽ ടു ഇ. ഇതാണല്ലോ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ ഐ എയും ഇതിനെല്ലാം ഈ ഐ എ കൂടി എന്ത് ചെയ്യുക, ഡി ക്യൂ ബൈ ഡി ടി എന്ന ടേംസിലോട്ട് മാറ്റുക. കാരണം നമുക്ക് എന്നാലും ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം കപ്പാസിറ്ററാണ് കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കറണ്ടിനെ ഇൻ ടേംസ് ഓഫ് ഡി ക്യൂ ബൈ ഡി ടി എന്നിട്ട് മാറ്റുക. വി ആർ ഗെറ്റിംഗ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി, ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി. ഓക്കെ, നമ്മൾ ആ ഒരു കപ്പാസിറ്ററിൻ്റെ ടേംസിലോട്ട്, കപ്പാസിറ്റൻസ് എന്ന പ്രോപ്പർട്ടിയുള്ള ആ ഒരു ടേംസിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ആവുന്ന സമയത്ത് ഇവിടെ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനൊരു വോൾട്ടേജ് കാണുമല്ലോ ആ ഒരു കപ്പാസിറ്റർ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യും, അത് ചാർജ് ആവും. വെൻ ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു ഡി ക്യൂ സീറോ ബൈ, നമ്മൾ ഐ സീറോ ഒക്കെ എടുത്ത പോലെ ഇവിടെ എന്തായിരിക്കും എടുക്കുന്നത്, ഇവിടെ ക്യൂ സീറോ ആ ഒരു ടേംസിലോട്ട് എടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് അവിടെ സീറോ ആയിട്ട് മാറും. ഡി ക്യൂ ബൈ ഡി ടി, അതായത് ക്യൂ സീറോ അവിടെ പിന്നെ ഒരു കോൺസ്റ്റൻ്റായി മാറും. ഒരു ഇൻറ്റഗ്രേഷനിൽ ഡിഫറൻസിയേഷനിൽ ഈ ഒരു ടേം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ ഇതിനകത്തുള്ള സീറോ ആവണമെങ്കിൽ ഇതിനകത്തുള്ള ടേം എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആവണം. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു ക്യൂ സീറോ ബൈ സി എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ക്യൂ സീറോ ബൈ സി, അതായത് മാക്സിമം അവിടെ കിട്ടിയ കറണ്ട് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ്. നേരത്തെ നമ്മൾ ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു ആറിന് എടുത്ത് കണ്ടല്ലോ, ഐ സീറോ ഇൻറ്റു ആർ. അപ്പോൾ ഐ സീറോ ഇൻറ്റു ആറിന് എടുത്ത പോലെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ അതിൻ്റെ ടേംസ് ഇവിടെ ക്യൂ സീറോ ബൈ സി ഈ ഒരു ടേംസിലോട്ട് കപ്പാസിറ്ററിൻ്റെ ടേംസിലോട്ട് എന്ത് ചെയ്തു, ഇ എം എഫിനെ മാറ്റി. ഈ ഈക്വൽ ടു ക്യൂ സീറോ ബൈ സി, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ. ഈ ഈക്വൽ ടു ക്യൂ സീറോ ബൈ സി. നമുക്ക് ഇവിടെ ടോട്ടലി ആഡ് ചെയ്യുന്ന സമയത്ത് ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി, ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി, ക്യൂ ബൈ സി സീക്വൽ ടു ഇയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സീക്വൽ ടു ക്യൂ സീറോ ബൈ സി ആണ്, ക്യൂ സീറോ ബൈ സി. അപ്പോൾ ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സിംപ്ലിഫൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ എഴുതാം. ദാറ്റ് സിംപ്ലിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ എടുത്തോലെ തന്നെ ഡി ക്യൂ ബൈ ഡി ടി ഒരു സ്ഥാനത്തോട്ട് വരിക, ആ ഒരു ആർ കൊണ്ട് ടോട്ടൽ ടേമിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് കിട്ടും പ്ലസ് ഈ ആറ് പോയിന്റ് ഇവിടെ എല്ലാം ഡിവിഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് ക്യൂ ബൈ ആർ സി ഈക്വൽ ടു ക്യൂ സീറോ ബൈ ആർ സി.
Q0 by RC is equal to minus dq by Q0 minus Q is equal to minus dt by CR minus dt by CR ഇങ്ങനൊരു ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ ടേംസിൽ ഇപ്പുറത്ത് കൊണ്ടുപോകും. നേരത്തെ നമ്മൾ ഐയുടെ ടേംസ് എല്ലാം കൊണ്ടുവന്നാൽ ഇപ്പുറത്ത് എന്താ ചെയ്ത് ഇവിടെ നമ്മൾ ക്യൂവിൻ്റെ ടേംസ് എല്ലാം കൊണ്ടുവന്നു. ഈക്വൽ ടു മൈനസ് ഡി ടി ഇൻറ്റു CR എന്ന് കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തു പറഞ്ഞാൽ ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു കോൺസ്റ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കിട്ടും. അപ്പോൾ അതെല്ലാം കൊടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമുള്ള ആൻസറിങ് എഴുതാം. ഹിയർ വി ആർ ഗെറ്റിംഗ് ലോഗ് Q0 minus Q by Q0 which is equal to minus T by CR എന്ന് കിട്ടും. T by CR. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കാമല്ലോ. രണ്ട് സൈഡിലും ഇവിടെ ഒരു ലോഗ് ആയിട്ടുണ്ട്, ഇവിടെ ലോഗ് ഇല്ലാത്ത ടേമാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ കൊടുക്കുമ്പോൾ ഈ ലോഗ് ക്യാൻസൽ ആയി പോകും. ബാക്കി ഇവിടെ എന്ത് കിട്ടും? ഇ റൈസ് ടു ടേം ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് അപ്ലൈ ചെയ്യുക. Q0 മൈനസ് Q by Q0 which is equal to e raised to minus t by CR. ഇങ്ങനെയായിട്ട് മാറി ഇക്വേഷൻ. നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഈ ഒരു ക്യൂവിൻ്റെ ടേംസിലോട്ട് മാറ്റുമ്പോൾ Q is equal to Q0 into 1 minus e raised to minus t by CR. ഇതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു കേസിൽ. നേരത്തെ നമുക്ക് ആ ഒരു കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ചാർജിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. കാരണം ഇത് കപ്പാസിറ്റർ ആയതുകൊണ്ടാണ് ചാർജിൻ്റെ ഇക്വേഷനിലോട്ട് മാറ്റിയത്. ദെൻ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എത്രയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് അല്ലെങ്കിൽ ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് ഈസ് ഇതിനൊന്ന് I ഈക്വൽ ടു dq by dt ആണ് റേറ്റ് ഓഫ് ചേഞ്ച്. ദാറ്റ് ഈസ് I ഈക്വൽ ടു dq by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയും. ഓക്കെ, ചാർജിങ് കറണ്ട് dq by dt എന്ന് കിട്ടും. ഈ ഒരു ടേംസിലോട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഒന്ന് കൊടുക്കുക. ഇക്വേഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q by CR ഇങ്ങനെ എനിക്കൊരു ഇക്വേഷൻ കിട്ടുന്നത്. ഇതാണ് അടുത്ത റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ടൈം കോൺസ്റ്റൻറ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ കേസിൽ ലാംഡ ഈക്വൽ ടു എൽ ബൈ ആർ എന്നാണ് കൊടുത്തത്, അല്ലെങ്കിൽ ടി സി ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് കൊടുത്തു. ഇവിടുത്തെ ടൈം കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ ടി സി ഈക്വൽ ടു സി ഇൻറ്റു ആർ ആണ്. സി ഇൻറ്റു ആർ ആണ് ഇവിടുത്തെ ടൈം കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ. ഇവിടെ ഈ ടിയുടെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യും. നമുക്ക് നേരത്തെ ഒരു കേസിൽ ഒരു ഇക്വേഷൻ കിട്ടില്ല പെർസെൻറ്റേജിൽ, അതുപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും. ആ ഒരു ഇക്വേഷനാണ് Q ഈക്വൽ ടു Q0 ഇൻറ്റു 0.632. ഡയറക്റ്റ് കൊടുത്താൽ മതി, വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. എന്ത് ചെയ്യുക? ഈ ടിയുടെ സ്ഥാനത്ത് ഈ ഒരു വാല്യൂ CR കൊടുക്കുക. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 1 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് 0.632 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 63.2%. The time constant of CR circuit is defined as the time taken by the capacitor to acquire 63.2% of the maximum charge. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കോർഡിനേറ്റ് പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം ഇത് ചാർജ് ക്യൂവിൻ്റെ ആക്സിസ് ആണ്, ഇത് ടൈമിൻ്റെ ആക്സിസ് ആണ്. ഇങ്ങനെ എനിക്ക് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 60 ടോട്ടൽ ചാർജ് Q0 ആണ് മാക്സിമം വാല്യൂ. അപ്പോൾ അതിൻ്റെ 63% ആവാൻ എടുക്കുന്ന ടൈമിനാണ് എന്ത് പറയുന്നത്? ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 0.632 Q0. കപ്പാസിറ്റർ ഫാരഡിലും ഒരു റെസിസ്റ്റേഴ്സ് ഓമിലൊരിക്കൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് ടോട്ടലി CR എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ ഇതാണ്. ഇപ്പോൾ ടൈമിൻ്റെ ഇതായതുകൊണ്ട് എന്ത് ചെയ്യും? സെക്കൻഡിലായിരിക്കും നമ്മൾ ആ ഒരു ടൈം കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിയുടെയും ആറിൻ്റെയും വാല്യൂസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് ടൈം പീരീഡ് നമുക്ക് അവിടെ മാറ്റാൻ പറ്റും. ഇതാണ് ആ ഒരു ചാർജിങ്ങിൻ്റെ കേസിൽ, കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിൻ്റെ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് കേസിൽ നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡീകേ ഓഫ് ദ ചാർജ് ടു CR സർക്യൂട്ട്. ഇവിടെ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ ഒരു കണക്ഷനെ B എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് കണക്ട് ചെയ്യുന്നു, ഈ കീയെ. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ഇങ്ങോട്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ അവിടെ EMF കൊടുക്കാൻ വേണ്ടി വോൾട്ടേജ് സോഴ്സ് ആ സർക്യൂട്ടിൽ ഇല്ല. ആകെ ഉള്ളത് ഈ കപ്പാസിറ്ററിലുള്ള ചാർജും പിന്നെ ഒരു റെസിസ്റ്റർ മാത്രമാണുള്ളത്. അപ്പോൾ ടോട്ടൽ ഡ്യൂറിങ് ദ ഡിസ്ചാർജ് there is no EMF in the circuit. So we are getting the equation as, ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ് ഇക്വേഷൻ. We are getting the equation as
ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി ഈക്വൽ ടു 0. കാരണം ഈ എന്താണ് 0 ആണ്, നമ്മൾ സർക്യൂട്ട് ഇപ്പോൾ മാറ്റിയാണ് കൊടുത്തത്, ഈക്വൽ ടു 0. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുക, ദാറ്റ് ഈസ് ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ ആർ സി എന്ന് കിട്ടും. ആർ സി ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അതായത് നമുക്ക് ക്യൂവിൻ്റെ ടേംസിൽ ഇപ്പുറത്തുകൊണ്ട് വരണം. ഡി ക്യൂ ബൈ ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ മൈനസ് ഉണ്ടല്ലോ ബൈ സി ആർ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ 1/x എന്നൊരു ഫോമിലായി. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗരിതമിക് ഫോം കിട്ടും. ഇൻറ്റഗ്രൽ അപ്ലൈയിങ് ഇൻറ്റഗ്രൽ വി ആർ ഗെറ്റിംഗ് ലോഗ് ക്യൂ ഈക്വൽ ടു ലോഗ് ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടി ബൈ സി ആർ പ്ലസ് കെ. കെ ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ടി ഈസ് ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുക്കുക. ടി ഈസ് ഈക്വൽ ടു 0 and q equal to q0. Therefore k is equal to log q0 ഇങ്ങനെയായിട്ട് മാറും. ഇവിടെ എന്ത് ചെയ്യുക, ഈ കെയുടെ വാല്യൂ ഒന്ന് കൊടുക്കുക. കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ലോഗ് എ ബൈ ബി ആ ഒരു ഫോം വരും. ലോഗ് എ മീൻസ് ലോഗ് ബി എന്നൊരു ഫോം വരും. ആൻഡ് വി ആർ ഗെറ്റിംഗ് ലോഗ് ക്യൂ ബൈ q0 which is equal to minus t by cr. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കുക. എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ q ഈക്വൽ ടു q0 e റൈസ് ടു മൈനസ് ടി ബൈ സി ആർ ഇങ്ങനെയായിട്ട് മാറും ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഗീവ്സ് ദ ചാർജ് ഓൺ കപ്പാസിറ്റർ അറ്റ് ടൈം ഡ്യൂറിങ് ദ ഡിസ്ചാർജ്. എന്ത് ചെയ്യുന്നു, കപ്പാസിറ്ററിൽ ആ ഒരു ചാർജ് എത്രത്തോളം ഡിസ്ചാർജ് ആയി പോകുന്നു, ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുള്ള ഡിസ്ചാർജിങ് ആണ് ഈ ഒരു ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ടൈം കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ അറിയാലോ, ടി സി ഈക്വൽ ടു സി ആർ ആണ്. അത് നമുക്ക് ചാർജിങ് ആയാലും ഡിസ്ചാർജിങ് ആയാലും എന്തായിരിക്കും, രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ഇക്വേഷനിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഓരോ വാല്യൂസ് മാറി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ടി എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്താ കിട്ടും, ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു 36.8% ഓഫ് q0. ഇതായിരിക്കും നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഇക്വേഷൻ, ആ ഒരു വാല്യൂ. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഡിക്രീസിങ് അല്ലേ, അപ്പോൾ ഡിക്രീസിങ് ടൈം ചാർജ് ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരുന്നു. ദെൻ ഇവിടെയാണ് നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 0.368 q0. ഈ ഒരു വാല്യൂ വരും. മാക്സിമം വാല്യൂ ഇവിടെയാണ് q0യുടെ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. ഓക്കെ.